ഹായ് ഓൾ, സൈലന്റ് ടീച്ചർ എക്സാമിൻ്റെ മറ്റൊരു കേട്ടറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നും മാത്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള കുറച്ച് വഴികളും പരിപാടികളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിൻ്റെ ഭാഗത്ത് നിന്നും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതും സ്ഥിരമായിട്ട് വരുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് അതിൽ നിന്ന് കണ്ടിട്ടുള്ളത്, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം നമുക്കറിയാം, ഈ സാധാരണ പലിശ കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. I = PNR/100. ഇതാണ് സാധാരണ പലിശ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതിൽ I എന്ന് പറഞ്ഞാൽ പലിശയാണ്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന തുക, N എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തിനാണ്, എത്ര വർഷത്തിനാണ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്, 100 N. അപ്പോൾ സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ I = PNR/100 ആണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന തുക, അത് 5000 രൂപയാണ്. ഇൻറ്റു N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തിനാണെന്നുള്ളതാണ്, 2 വർഷത്തിനാണ്, അപ്പം N 2. ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കാണ്, അത് 8 ആണ്, ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. ഈ 2 പൂജ്യങ്ങളും ഇവിടെ വെട്ടിക്കളയാം. ബാക്കിയുള്ളത് 50 × 2 100, 100 × 8 800 ആണ്. അപ്പം 800 ആണ് അവിടെ പലിശ കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചത് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് തിരികെ ലഭിക്കാവുന്ന ടോട്ടൽ തുക എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ നിക്ഷേപിച്ച തുക 5000 എന്തായാലും അയാൾക്ക് കിട്ടും. പ്ലസ് 2 കൊല്ലത്തെ പലിശ 800 രൂപയാണ്. അപ്പം ടോട്ടൽ 5800 രൂപ അയാൾക്ക് കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് കേട്ടറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഒന്നും കൂടെ പറയാം. 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്ര? ആദ്യം അവിടുത്തെ 2 കൊല്ലത്തെ സാധാരണ പലിശ എത്രയാണെന്ന് കാണാൻ PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 5000 ആണ്. N എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം, 2 കൊല്ലം. 8 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ബൈ 100 കിട്ടുന്നുണ്ട്. 2 പൂജ്യങ്ങൾ വെട്ടിയാൽ 50 × 2 100 × 8 800. ഇതാണ് അവിടുത്തെ പലിശ. പക്ഷെ നമ്മളോട് ചോദിച്ചത് 2 കൊല്ലം കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന തുക എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് 5000 എന്തായാലും അയാൾക്ക് കിട്ടും. പ്ലസ് 2 കൊല്ലത്തെ പലിശ 800 കൂടെ കൂട്ടി ടോട്ടൽ 5800 രൂപയാണ് അയാൾക്ക് കിട്ടുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: 6000 രൂപയ്ക്ക് 10% നിരക്കിൽ 1 മാസത്തെ സാധാരണ പലിശ എത്ര? നമുക്കറിയാം, സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ PNR/100 ആണ് എന്നറിയാം. അതിൽ P എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്ന തുക പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, അത് 6000 രൂപയാണ്. N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തിനാണെന്നാണ്. വർഷത്തിൻ്റെ ഇവിടെ തന്നത് 1 മാസം എന്നാ തന്നത്. അപ്പം N-ന് 1 എന്നല്ല ഇടുക. N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തിനെന്നാ. ഇവിടെ 1 മാസം എന്നാ തന്നത്. ഈ മാസത്തിന് എങ്ങനെയാണ് നമ്മൾ വർഷത്തിലേക്ക് മാറ്റുക? 1 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷ? മാസത്തിനെ വർഷങ്ങളിലേക്ക് മാറ്റാനായിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 മാസം എന്ന് പറഞ്ഞാൽ 1/12 വർഷമാണ്. ഇനി സാധാ പോലെ ചെയ്യാം. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 10 ആണ്. ഇനി ആവശ്യമുള്ളതെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കുക. ഒന്നും കൂടെ പറയാം. നമുക്കറിയാം, സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ PNR/100.
അതിൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന തുക അത് 6000 എന്ന് നമ്മൾ നിർബന്ധമായിട്ടും കൊല്ലത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ചോദ്യത്തിൽ മാസത്തിലാണ് തന്നിട്ടുള്ളതെങ്കിലും നമ്മളതിനെ കൊല്ലത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. ചോദ്യത്തിൽ തന്നത് ഒരു മാസത്തേക്കെന്നാ അതിനെ നമ്മൾ കൊല്ലത്തിലേക്ക് മാറ്റുമ്പോൾ മാസത്തിനെ കൊല്ലത്തിലേക്ക് ആക്കാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു മാസം എന്ന് പറഞ്ഞാൽ 1/12 കൊല്ലം. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് തന്നിട്ടുണ്ട് 10, കാണാൻ പറഞ്ഞത് പലിശ. ചെയ്ത് നോക്കാം. PNR/100 ആണ് ചെയ്യാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചു. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 6000 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 1/12, 1 മുകളിലും 12 താഴെയും കൊടുക്കാം. ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10, പിന്നെ ഒരു 100 ഉണ്ടായിരിക്കും. ഇതാണ് ഉത്തരം. ചെയ്ത് നോക്കാം. പൂജ്യങ്ങൾ വെട്ടാം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 വെട്ടി. ഒന്നും വേണമെങ്കിൽ വെറുതെ വെട്ടാൻ നിർബന്ധമൊന്നുമില്ല. ബാക്കി ഉണ്ടാവുക 600 ഹരിക്കണം 12. 600 എത്ര 12? 60 12 5 തവണയാ. അപ്പം 600 50 ആയിരിക്കും. ഇൻട്രസ്റ്റ് വരിക 50 രൂപ. ഓപ്ഷൻ എ. ഒന്നും കൂടെ പറയാം സിംപ്ലിഫിക്കേഷൻ. ഐ കാണാനുള്ള ഇക്വേഷൻ PNR/100 ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 6000 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 1/12, 1 മുകളിലും 12 താഴെയും കൊടുത്തു. ആറെന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 10, പിന്നെ ഒരു 100 കൂടെ ഉണ്ടായിരിക്കും താഴെ. വെട്ടിക്കളഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താം. 2 പൂജ്യങ്ങൾ ഞാൻ ഇവിടെയും വെട്ടി, പിന്നെ ഒരു 1 ഒക്കെ വെട്ടി. ബാക്കി ഉണ്ടാവുക മുകളിൽ ഒരു 600, താഴെ 12. എടാ 60 എത്ര 12? 5 12 ആണ് 60. അപ്പം 600 ഹരിക്കണം 12 കിട്ടുക 50 രൂപയാണ്. ദ ഫ്രാൻസ് റേസ് 600 ഹരിക്കണം 12 50 രൂപ. അതാണ് പലിശ. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ, ഇതൊക്കെ കേട്ടിട്ട് വന്ന ചോദ്യം തന്നെ. 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള സാധാരണ പലിശ എത്ര? നമുക്കറിയാം സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ PNR/100 ആണ്. ഓരോന്നും പറയാം. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിച്ച തുക അത് 4000 രൂപയാണ്. പിന്നെ ആർ അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തിനെന്ന. ഇവിടെ കൊല്ലത്തിലല്ല തന്നത് 3 മാസം എന്നാ. അപ്പം എന്നെ നിങ്ങൾ 3 എന്ന് കൊടുക്കരുത്, അത് മാസമാണ്. നമ്മൾ കൊല്ലത്തിലേക്ക് മാറ്റണം. എൻ എഴുതുമ്പോൾ എത്ര കൊല്ലത്തിനാന്ന് എഴുതുക. പക്ഷെ ഇവിടെ തന്നത് 3 മാസം. അപ്പം അതിനെ കൊല്ലത്തിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞു 3നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അയാൾ കൊല്ലത്തിലേക്ക് മാറും. 3/12. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്രയാ? 10. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇക്വേഷനിൽ. തുടങ്ങാം. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 4000, എൻ എന്ന് പറഞ്ഞാൽ 3/12, 3 മുകളിലും 12 താഴെ എഴുതി. ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 10 ബൈ താഴെ ഒരു 100 കൂടെ ഉണ്ടായിരിക്കും. വെട്ടിക്കളിക്കാം. എങ്ങനെയാ കിട്ടുക നോക്കാം. 2 പൂജ്യങ്ങൾ ഇവിടെ പോയി. പിന്നെ 400 ഇൻറ്റു 12. എടാ 4 3 12. 12ഉം 12ഉം വെട്ടി അവിടെ ബാക്കി ഉണ്ടാവുക 100 ഉണ്ടാവുക. ഉത്തരം ഓപ്ഷൻ ഡി. ഒന്നും കൂടെ കാണിക്കാം. കംപ്ലീറ്റ് വെട്ടുന്നത് പഠിച്ചു വെച്ചു. ഒന്നുകൂടെ. PNR/100. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 4000 രൂപ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഇയർ 3/12. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ബൈ താഴെ ഒരു 100 ഉണ്ടായിരിക്കും. വെട്ടിക്കളിക്കാം. എങ്ങനെയെങ്കിലൊക്കെ വെട്ടുക. ഒരു 0, ഒരു 0, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0. ബാക്കി 400 ഇൻറ്റു 3. 4 3 എത്രയാ? 12. പിന്നെ 2 പൂജ്യം കൂടെ ഉണ്ടാകും. ഡിവൈഡർ ബൈ 12. 1200 ഹരിക്കണം 12 എന്ന് പറഞ്ഞാൽ 100 ഉത്തരം കിട്ടുക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് കടക്കാം. സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 5 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ട്. അതായത് സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ 5 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എന്താ? അപ്പം ഈ ചോദ്യത്തിൽ തന്നത് എന്താ നോക്കുക. വർഷത്തിൻ്റെ കണക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്ര ഇയർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയർ N5 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു പലിശ ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് പലിശ നിരക്ക് എത്രയാന്ന് കാണണം.
പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എത്രയാന്ന് കാണണം. ഒന്നും കൂടെ പറയാം. നമ്പർ ഓഫ് ഇയർ തന്നിട്ട് ഇത്ര വർഷം കൊണ്ട് പൈസ ഇരട്ടിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയാന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നമ്പർ ഓഫ് ഇയർ എത്ര കൊല്ലത്തിനാണെന്ന് തന്നിട്ട് തുക ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കാണാൻ 100/n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇയർ തന്നിട്ട് തുക ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞതിന് പകരം 3 മടങ്ങാകുന്നു തുക എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് കാണാൻ 200/n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ. വർഷം തന്നിട്ട് തുക 4 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കാണാൻ 300/n ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇയർ തന്നിട്ട് തുക 5 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കാണാൻ 400/n കണ്ടാൽ മതി. അതിൻ്റെ ഒരു താളം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 5 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക്, ഇരട്ടിയാകുമ്പോൾ പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ 100/n. 100/n എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തിന്? 5 കൊല്ലത്തിന്. 100/5 എന്ന് പറഞ്ഞാൽ 20 അപ്പം അവിടുത്തെ പലിശ നിരക്ക് 20%. കിട്ടിയോ? 20% എന്നാണ് ഉത്തരം കിട്ടുക. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇതേ കൊല്ലത്തിൽ തന്നെ നമ്മളോട് ചോദിച്ചു 5 വർഷം കൊണ്ട് തുക 3 മടങ്ങായാൽ പലിശ നിരക്ക് എത്രയാന്ന് ചോദിച്ചാൽ ഇക്വേഷൻ 200/n ചെയ്താൽ മതി. ദാറ്റ് ഈസ് 200/n എന്ന് പറഞ്ഞാൽ 5. 200/5 എന്ന് പറഞ്ഞാൽ 20ൽ 4 5. അപ്പം 200ൽ 45 വരിക. പലിശ നിരക്ക് 40%. അങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴി ഇതയാ. വർഷങ്ങളുടെ എണ്ണം തന്നിട്ട് തുക ഇരട്ടിക്കുന്നു, തുക 3 മടങ്ങാകുന്നു, തുക 4 മടങ്ങാകുന്നു, തുക 5 മടങ്ങാകുന്നു എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ പറഞ്ഞതിൽ 100/n, 200/n, 300/n അങ്ങനെ പോവാം. ഒരു ചോദ്യം കൂടെ അതേപോലെ. 5500 രൂപ 20% സാധാരണ പലിശ നിരക്കിൽ 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കേണ്ടി വരും? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പലിശ നിരക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു തുക 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ട് തുക ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചാൽ 100/6 കണ്ടാൽ മതി ഇക്വേഷൻ. പലിശ നിരക്ക് തന്നിട്ട് തുക 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ 200/6 ചെയ്താൽ മതി. പലിശ നിരക്ക് തന്നിട്ട് തുക 4 മടങ്ങാകാൻ എത്ര കൊല്ലം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ 300/6 ചെയ്താൽ മതി. സെയിം പരിപാടി നേരത്തെ ചെയ്ത് നേരെ തിരിച്ചിടുക. അപ്പം ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചത് എന്താ? 5500 രൂപ 20% സാധാരണ പലിശ നിരക്കിൽ 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? അപ്പം റേറ്റ് നമ്പർ ഓഫ് ഇയർ കാണണം. 3 മടങ്ങാകാനാണെങ്കിൽ 200/6 ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് 200/6 എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 20. 200/20 എന്ന് പറഞ്ഞാൽ 20/2. 10 അല്ലേ വരിക? 10 കൊല്ലം. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു. നമ്മളോട് കാണാൻ പറഞ്ഞത് 5500 രൂപ 20% സാധാരണ പലിശ നിരക്കിൽ 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? 3 മടങ്ങാകാനുള്ള വർഷത്തിൻ്റെ കണക്ക് കാണാൻ ചോദിച്ചാൽ 200/6 ചെയ്താൽ മതി. 200/6 എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 20. 200 ഹരിക്കണം 20 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10 അല്ലേ കിട്ടുക? 0 വെട്ടി 20/2. 20ൻ്റെ പകുതി 10 കൊല്ലം. ഉത്തരം ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പിലേക്ക് പോകാം. 1000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ത്? 1000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ത്? ഈ കൂട്ടുപലിശ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. കൂട്ടുപലിശ രീതിയിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ് കണ്ടെത്താനൊക്കെ പറഞ്ഞാലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും P × 1 + R/100 (n). അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, ഇങ്ങനെ ആലോചിക്കുക.
1000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിന് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്താ? അപ്പം ആദ്യത്തെ കൊല്ലം 10% പലിശ കിട്ടും. 100% നമ്മുടെ ഫുൾ എമൗണ്ട് എങ്കിൽ 10% പലിശ എന്ന് പറഞ്ഞാൽ 110% ആകും. അപ്പം 1000 ഇൻറ്റു 110% എന്ന് പറഞ്ഞാൽ 110/100 ഇൻറ്റു എഗെയിൻ അടുത്ത കൊല്ലം വീണ്ടും 10%. അപ്പം എഗെയിൻ 110/100 വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി. പൂജ്യങ്ങൾ വെട്ടാം. 2 പൂജ്യം ഇവിടെ വെട്ടി, ഇവിടുത്തെ 2 പൂജ്യം വെട്ടി. ബാക്കി 11 ഇൻറ്റു 11 121, 121 ഇൻറ്റു 10 1210. അപ്പം 1000 രൂപ 1210 ആയി. അപ്പം അവിടുത്തെ കൂട്ടുപലിശ 210 രൂപ. ഓപ്ഷൻ സി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഒറിജിനൽ മെത്തേഡ് എങ്ങനെയാ? ഒറിജിനൽ മെത്തേഡിൽ നിങ്ങൾ പഠിച്ച കാര്യം എങ്ങനെയാ? കൂട്ടുപലിശ രീതിയിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ P ഇൻറ്റു 100 + 6 ഡിവൈഡഡ് ബൈ 100 ഹോൾ റൈസ് ടു n. അത് വേണമെങ്കിൽ കൂടെ യൂസ് ചെയ്യാം. P എന്ന് പറഞ്ഞാൽ 1000, 100 + 6 എന്ന് പറഞ്ഞാൽ 100 + 10 ബൈ 100 ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ 2. ദാറ്റ് ഈസ് 1000 ഇൻറ്റു 10 + 100 + 10 എന്ന് പറഞ്ഞാൽ 110/100 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1000 ഇൻറ്റു 110/100 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 110/100 ഇൻറ്റു 110/100. 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇവിടെ ബാക്കി ഉണ്ടാവുന്നത് ആരൊക്കെയാണ് ഉത്തരം ഉണ്ടാവുക? 11 ഇൻറ്റു 11 ഇൻറ്റു 10, 11 ഇൻറ്റു 11 121, 121 ഇൻറ്റു 10 1210. അപ്പം 1000 രൂപ ഇട്ടപ്പോൾ കൂട്ടുപലിശ കണക്കെ 1210 ആയെങ്കിൽ അവിടുത്തെ കൂട്ടുപലിശ എത്രയാ? 210 രൂപ. ഓപ്ഷൻ സി. ഇതാണ് സാധനം. അപ്പോൾ ഒന്നുകൂടെ പറയാം, അതിങ്ങനെ ഇക്വേഷൻ ആയിട്ട് ആലോചിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല. സിമ്പിളായിട്ടതാ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇടുന്ന എമൗണ്ട് 1000 രൂപ. ആദ്യത്തെ കൊല്ലം അതിൻ്റെ എത്ര ശതമാനം? 10% പലിശ കിട്ടും. അപ്പം 100% ഒറിജിനൽ വില. 10% പലിശ കിട്ടി എന്ന് പറഞ്ഞാൽ 110%. അതായത് 110/100 ഗുണിക്കണം. അടുത്ത കൊല്ലം വീണ്ടും അതിൻ്റെ 10%. അപ്പം എഗെയിൻ 110%, 110/100. ഇങ്ങനെ ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്നും വേണ്ട. ഇനി സിമ്പിളായിട്ട് വെട്ടുക. 1 പൂജ്യം 2 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം. 11 ഇൻറ്റു 11 121, 121 ഇൻറ്റു 10 1210. അപ്പോൾ അവിടുത്തെ ടോട്ടൽ കൂട്ടുപലിശ എത്രയാന്ന് വെച്ചാൽ 1000 ഉള്ളത് 1210 ആയി. അപ്പോൾ അവിടുത്തെ കൂട്ടുപലിശ 210. ഓപ്ഷൻ സി. ഇങ്ങനെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു. റെഡിയല്ലേ? സെറ്റല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴി ഇങ്ങനെയാണ്. ഈ രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോ. ഒരു കച്ചവടക്കാരൻ 450 രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം 540 രൂപയ്ക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടും? ചെയ്തു നോക്കാം. ഒരു കച്ചവടക്കാരൻ 450 രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം, ഈ വാങ്ങിയ വിലയ്ക്ക് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്നാ വിളിക്കുക. കോസ്റ്റ് പ്രൈസ് 480. വിറ്റ വിലയ്ക്ക് നമ്മൾ സെൽഡ് പ്രൈസ് എന്നാ വിളിക്കുക. SP എന്ന് ചുരുക്കി വിളിക്കും. സെൽഡ് പ്രൈസ് 540. അപ്പം 450 വാങ്ങിയിട്ട് 540 വിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ലാഭം എത്രയാണ്? 90 രൂപയല്ലേ അവിടുത്തെ ലാഭം കിട്ടുക അല്ലേ? 450 അയാൾ വാങ്ങി, അയാൾ വിറ്റത് 540. അപ്പം അവിടുത്തെ ലാഭം എത്രയാ? 90 രൂപയാണ് ലാഭം. നമ്മളോട് കാണാൻ പറഞ്ഞത് ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചോ. ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 കണ്ടാൽ മതി. അതാണ് ലാഭശതമാനം കാണാനുള്ള ടെക്നിക്ക്. ലാഭം എത്രയാ? 90 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? 450 ഇൻറ്റു 100 ചെയ്താൽ ഉത്തരമായി. ഇവിടെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം വെട്ടി. ബാക്കി 90/45 2. അപ്പം 2 ഇൻറ്റു 10 20% ലാഭം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 450, വിറ്റ വില സെൽഡ് പ്രൈസ് 540. 540 വാങ്ങിയിട്ട് 450 വാങ്ങിയിട്ട് 540 വിറ്റാൽ ലാഭം 90. ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ലാഭം 90,
കോസ്റ്റ് പ്രൈസ് 450 ഇൻറ്റു 100, 0 വെട്ടി 90/45 2 ഇൻറ്റു 10 20%. ഓപ്ഷൻ എ. ഒന്നുകൂടെ, ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി. കളിപ്പാട്ടത്തിൻ്റെ ലാഭശതമാനം എത്ര? ഒന്നും കൂടെ പറയാം. ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി എങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പം തുടങ്ങാം. ആദ്യം കോസ്റ്റ് പ്രൈസ് എത്രയാന്ന് നോക്കാം. ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില എത്രയാന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില പറഞ്ഞിട്ടില്ല. സെൽഡ് പ്രൈസ് വിറ്റ വില പറഞ്ഞിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് കളിപ്പാട്ടം വിറ്റത്. അപ്പം സെൽഡ് പ്രൈസ് വിറ്റ വില എന്ന് പറഞ്ഞാൽ 100. അപ്പം നമ്മളോട് പറഞ്ഞു ലാഭം എത്ര കിട്ടി? 10 രൂപ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസ് എത്രയാ? 90 രൂപയ്ക്ക് വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴല്ലേ ലാഭം 10 കിട്ടുള്ളൂ. അപ്പം നമ്മളോട് കാണാൻ പറഞ്ഞത് ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ലാഭം 10 ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില 90 ആണ്. ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി. ബാക്കി 10 100 ഹരിക്കണം 9 കിട്ടുന്നു. 100ൽ എത്ര 9? സൈഡിൽ ഹരിച്ചു നോക്കാം. 100 ഹരിക്കണം 9. 100ൽ എത്ര 9? 100ൽ 33 9 അല്ലേ? 13 അല്ലല്ലോ, 11 അല്ലേ വരിക? 11 9 എത്രയാ? 99. ശിഷ്ടം 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100/9 11/9% എന്ന് എഴുതാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നല്ലൊരു ചോദ്യമായിരുന്നു. കേട്ടിട്ട് വന്ന ചോദ്യം ഒന്നും കൂടെ കാണിക്കാം. ചെയ്തൊക്കെ ഒന്നും കൂടെ കാണിക്കാം. ജസ്റ്റ് ഒന്ന് നോക്ക്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഒന്നും കൂടെ. ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം എത്ര? അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇവിടെ തന്നിട്ടില്ല. സെൽഡ് പ്രൈസ് വിറ്റ വില തന്നു 100 രൂപ. 100 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര രൂപയാണ് ലാഭം? 10 രൂപ. എടാ 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടണമെങ്കിൽ അയാൾ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരിക്കും? 90 രൂപ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ലാഭശതമാനം. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയാ? 10 ബൈ കോസ്റ്റ് പ്രൈസ് 90 ഇൻറ്റു 100. 0 വെട്ടി. മുകളിൽ 100, താഴെ 9. 100 ഹരിക്കണം 9 എത്രയാ? 100ൽ 9 11 തവണ. 11 9 99. ശിഷ്ടം 1. അപ്പം 100/9 നമുക്ക് 11/9 എന്ന് എഴുതാം. ഉത്തരം 11/9%. സെറ്റല്ലേ? ക്ലിയർ? ഒന്നും കൂടെ ചെയ്യാം. അടുത്ത ചോദ്യം. ഇതൊക്കെ കേട്ടതിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത്. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20 രൂപ നഷ്ടമായി എങ്കിൽ കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര? ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ. 200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, അപ്പോൾ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. സെൽഡ് പ്രൈസ് വിറ്റ വില തന്നു. 200 രൂപയ്ക്കാണ് സാധനം വിറ്റത്. അപ്പം 20 രൂപ നഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നഷ്ടം എത്ര രൂപയാണ്? 20 രൂപയാണ് അവിടുത്തെ നഷ്ടം. നമ്മളോട് ചോദിച്ചത് നഷ്ടശതമാനം എത്രയാ? നഷ്ടശതമാനം കാണണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണണം. അപ്പോൾ ഒന്നും കൂടെ, വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് അവിടെ തന്നിട്ടില്ല. സെൽഡ് പ്രൈസ് വിറ്റ വില 200 രൂപയാണ്. 200 രൂപയ്ക്ക് സാധനം വിറ്റു. അപ്പം നഷ്ടം എത്രയാ? 20 രൂപ. 200 രൂപയ്ക്ക് വിറ്റപ്പോൾ 20 രൂപ നഷ്ടം കിട്ടണമെങ്കിൽ അയാളുടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 220 ആകേണ്ടേ? അപ്പം 220 വാങ്ങി, 200 വിറ്റു. അപ്പം ലാഭം അല്ലെങ്കിൽ നഷ്ടം 20. ഇപ്പം കറക്റ്റായി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് നഷ്ടശതമാനമാണ്. നഷ്ടശതമാനം കാണാൻ സിമ്പിളാ. നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. നഷ്ടം 20 ബൈ കോസ്റ്റ് പ്രൈസ് 220 ഇൻറ്റു 100 ചെയ്യണം. പൂജ്യങ്ങൾ വെട്ടിക്കളിക്കാം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി. ബാക്കി മുകളിൽ 200 ഡിവൈഡഡ് ബൈ 22 ഉണ്ട്. 200ൽ എത്ര? 22. ചെറുതാക്കി നോക്കാം. 200ൽ 2 100 തവണ. 22ൽ 2 11 തവണ. 100/11 ആണ് ഉത്തരം. ചെയ്ത് നോക്കാം. 100 ഹരിക്കണം 11. 100ൽ 9 11.
9 11 99, ശിഷ്ടം 1. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ 9 1/11 കൊടുക്കാം. ഉത്തരം ഓപ്ഷൻ എ. സെയിം പരിപാടിയല്ലേ? ഇതേ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. റെഡിയല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.